പുലർച്ചെ 3 മണിക്ക് ഒരു വീടിനുള്ളിൽ നിന്ന് ഒരു സ്ത്രീയുടെ നിലവിളി ശബ്ദം കേൾക്കുകയാണ്. വാതിലുകളെല്ലാം പൂർണ്ണമായിട്ട് അടഞ്ഞു കിടക്കുകയാണ്. അകത്തേക്ക് കയറി നോക്കിയപ്പോൾ അവൾ മതിലിൽ തലയിടിച്ചുകൊണ്ട് പോകരുത്, നിന്നെ ഞാൻ കൊല്ലുമെന്ന് തുടർച്ചയായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അവളുടെ ശരീരമാകെ വിറച്ചു കുലുങ്ങുകയും കണ്ണുകൾ മുഴുവൻ വെളുത്ത നിറത്തിൽ കാണപ്പെടുകയും ചെയ്യുകയാണ്. അവളുടെ ശബ്ദമാകട്ടെ പുരുഷന്റെ ശബ്ദം പോലെ മാറിയിട്ടുണ്ടായിരുന്നു. കണ്ടു നിന്നവരെല്ലാം ഒറ്റസ്വരത്തിൽ പറഞ്ഞു, അവൾക്ക് പ്രേതബാധയാണ്. എന്നാൽ ഒരാൾ മാത്രം അവളെ ശാന്തമായിട്ട് വീക്ഷിച്ചു കൊണ്ടിരുന്നു. അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു. അയാൾ പറഞ്ഞു, ഇത് പ്രേതബാധയൊന്നുമല്ല, അവളുടെ മനസ്സ് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നതാണ് എന്ന്. ഈ ഒരു അവസ്ഥയെയാണ് പ്രേതബാധ അഥവാ പൊസഷൻ എന്നൊക്കെ നമ്മൾ ഇന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് പൊസഷൻ എന്ന വാക്കിന് പിന്നിലെ ഇരുണ്ട യാഥാർത്ഥ്യങ്ങളെ കുറിച്ചാണ്. വെൽക്കം ബാക്ക് ടു ദ സീക്രട്ട് ബുക്ക്. കേരളത്തിന്റെ ഗ്രാമങ്ങളിൽ ഇന്നും പിടി, തന്ത്രം തുടങ്ങിയ പാരമ്പര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു സ്ത്രീക്ക് വിറയൽ തുടങ്ങി അവൾ പെട്ടെന്ന് മറ്റൊരു ശബ്ദത്തിൽ സംസാരിക്കാൻ തുടങ്ങിയാൽ അവൾക്ക് പ്രേതബാധയാണ് എന്നാണ് ഗ്രാമം ഒന്നാകെ പറയുന്നത്. ഇവരുടെ ശരീരം കുലുങ്ങുമ്പോൾ കണ്ണുകൾ കറങ്ങി മുകളിലേക്ക് പോയാൽ ആരും തന്നെ സംശയിക്കാറില്ല, അവൾക്ക് പ്രേതബാധ തന്നെയാണ്. അവളെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി എണ്ണ പുരട്ടി മന്ത്രം ചൊല്ലി വിളക്കുകൾ കത്തിക്കും. ശരീരത്തിൽ നിന്ന് ദുഷ്ടാത്മാവിനോട് വിട്ടുപോകാൻ ആവശ്യപ്പെടും. മനുഷ്യന്റെ നിലവിളി, കുലുക്കം, ചൂട്, ഭീകരമായിട്ടുള്ള അന്തരീക്ഷം എന്നിവയെല്ലാം ചേരുമ്പോൾ ഒരാൾ ബോധം കെട്ട് നിലത്ത് വീഴും. പിന്നീട് എല്ലാവരും പറയും, ആത്മാവ് അവളെ വിട്ട് പോയിരിക്കുന്നു എന്ന്. ഇതാണ് ഇന്ന് ലോകമൊട്ടാകെ, പ്രത്യേകിച്ച് കേരള സംസ്കാരങ്ങളിൽ പൊസഷൻ അഥവാ പ്രേതബാധ എന്ന വാക്കിനെ പറ്റിയുള്ള വിശ്വാസം എന്ന് പറയുന്നത്. എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പൊസഷൻ എന്നറിയപ്പെടുന്ന ഈ ഒരു അവസ്ഥയെ പറ്റിയിട്ട് മെഡിക്കൽ സയൻസിന് ധാരാളം ശാസ്ത്രീയ വിശദീകരണങ്ങൾ ഇന്ന് ലഭ്യമാണ്. ഭൂതബാധ എന്ന് തോന്നിക്കുന്ന പല അവസ്ഥകളും മസ്തിഷ്ക രോഗങ്ങളാണ്. നമ്മുടെ തലച്ചോറിനുള്ളിലൂടെ കോടിക്കണക്കിന് വൈദ്യുത സിഗ്നലുകളാണ് ഓരോ നിമിഷവും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവയിൽ ചെറിയൊരു പിഴവുണ്ടായാൽ പോലും മനുഷ്യൻ അപ്രതീക്ഷിതനായിട്ട് പെരുമാറാനായിട്ട് തുടങ്ങും. ഒരാൾ പെട്ടെന്ന് വിറയ്ക്കുകയും നിലത്ത് വീഴുകയും ചെയ്താൽ അത് മസ്തിഷ്കത്തിലെ വൈദ്യുത താളമില്ലായ്മയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ പല ആളുകളും ഇതിനെ പ്രേതബാധയായിട്ടാണ് കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമതായിട്ട് ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ. ഒരു മനുഷ്യൻ തൻ്റെ ബോധം നഷ്ടപ്പെട്ട് മറ്റൊരാളായിട്ട് മാറുന്ന അവസ്ഥ. മറ്റൊരു ശബ്ദം, മറ്റൊരു സ്വഭാവം, എന്തിന് മറ്റൊരു മുഖം വരെ. അതായത് ഒരേ ശരീരത്തിൽ തന്നെ രണ്ട് മനുഷ്യരെ കാണുന്നത് പോലെയുള്ള ഒരു അവസ്ഥ. പണ്ട് കാലത്ത് ഈ ഒരു അവസ്ഥയെ പ്രേതബാധ കൂടിയ ഒരു ആളായിട്ടായിരുന്നു കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ എന്ന ഒരു രോഗാവസ്ഥയാണ്. മറ്റൊരവസ്ഥയാണ് ഷിസോഫ്രനിയ. മനുഷ്യൻ ആരുമില്ലാത്ത ചുറ്റുപാടിൽ ശബ്ദങ്ങൾ കേൾക്കുകയും അന്ധവിശ്വാസങ്ങൾ ഉടലെടുക്കാനായിട്ട് ആരംഭിക്കുകയും ചെയ്യുന്നു. അവർ ആരുമില്ലാത്ത ഒരു ചുറ്റുപാടിലായിരിക്കുമ്പോൾ അവർ പറയുന്നത് തങ്ങളോട് ആരൊക്കെയോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ശാസ്ത്രം പറയുന്നത് ആ ശബ്ദങ്ങളെല്ലാം അവരുടെ തലച്ചോറിനുള്ളിൽ സൃഷ്ടിക്കപ്പെടുന്ന ശബ്ദങ്ങൾ മാത്രമാണ് എന്നാണ്. ഇനി പൊസഷൻ എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തെ ബേസ് ചെയ്ത് നടന്നിട്ടുള്ള റിയൽ ഇൻസിഡന്റിനെ പറ്റിയിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. 1994 തമിഴ്നാട്ടിലുള്ള ഒരു പെൺകുട്ടിയെ പ്രേതബാധ ബാധിച്ചു എന്ന പേരിൽ അവളുടെ കുടുംബം ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് അവളെ പിടിച്ചു വെച്ച് മുളകുപിടി പുരട്ടി മന്ത്രങ്ങൾ ചൊല്ലാനായിട്ട് ആരംഭിച്ചു. അവൾ ഉറക്കെ നിലവിളിച്ചു, വിറച്ച് ബോധം നഷ്ടപ്പെട്ടു. പിന്നീട് അവളെ ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവൾക്ക് ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ എന്ന രോഗാവസ്ഥയാണ്. അവൾക്ക് ആവശ്യമായിട്ടുള്ളത് ചികിത്സയാണ്, കേവലം കഠിനമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ ആയിരുന്നില്ല. മറ്റൊരു കേസ് 2015 ആഫ്രിക്കയിലെ ഒരു ഗ്രാമത്തില് ഒരാൾ എല്ലായ്പ്പോഴും ആരോടോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് ഗ്രാമവാസികളുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവൻ എന്നോട് മരിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ് എന്നായിരുന്നു.
അവനെ ദുഷ്ടാത്മാവ് ബാധിച്ചതാണ് എന്ന് കരുതി അവരെല്ലാവരോട് ചേർന്ന് ആ ഒരു വ്യക്തിയെ കെട്ടിയിടുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഷിസോഫ്രനിയ എന്ന രോഗാവസ്ഥയായിരുന്നു. അയാളുടെ മനസ്സിലെ ശബ്ദങ്ങൾ തന്നെ അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. മസ്തിഷ്കം എന്ന് പറയുന്നത് ഒരു വൈദ്യുത ലാബ് പോലെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവയിൽ ചെറിയൊരു പിഴവുണ്ടായാൽ പോലും മനുഷ്യന്റെ സെൻസ് ഓഫ് റിയാലിറ്റി പൂർണ്ണമായിട്ട് തകർന്നു പോകും. ശരീരം വിറയ്ക്കുന്നത്, ശബ്ദങ്ങൾ കേൾക്കുന്നത്, കണ്ണിന് മുന്നിൽ ഭ്രമങ്ങൾ കാണുന്നത്, ഇവയെല്ലാം ന്യൂറോളജിക്കൽ റിയാക്ഷൻസിന്റെ ഭാഗമാണ് എന്നാണ് മെഡിക്കൽ സയൻസ് അവകാശപ്പെടുന്നത്. ക്രിസ്ത്യൻ മതവിശ്വാസങ്ങളിൽ എക്സോർസിസം എന്നൊരു ചടങ്ങുണ്ട്. എന്നാൽ വത്തിക്കാന്റെ നിയമം അനുസരിച്ച് ഒരു മനുഷ്യൻ ഭ്രാന്തനോ രോഗിയോ അല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ അതിനെ പ്രേതബാധയായിട്ട് പരിഗണിക്കാവൂ എന്നാണ് പറയുന്നത്. പ്രേതബാധ ഏറ്റവരല്ല അവർ, മറിച്ച് തങ്ങളെ തന്നെ നഷ്ടപ്പെട്ടവരാണ്. അവരുടെ നിലവിളി, ചിരി, വിറയൽ എന്നിവയെല്ലാം അവരുടെ ഉള്ളിലെ വിഷമത്തിന്റെ പ്രതിഫലനം മാത്രമാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും പ്രേതബാധ എന്നൊന്നില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കുകയില്ല. കേവലം മനുഷ്യന്റെ ഭ്രമങ്ങൾ മാത്രമായിട്ട് ഇവയൊക്കെ തള്ളിക്കളയാനായിട്ട് നമുക്ക് സാധിക്കുമോ? അതോ ഇന്നും ഇവയുടെയൊക്കെ സാന്നിധ്യം നമുക്കിടയിലുണ്ടോ? യാഥാർത്ഥ്യം എന്തെന്ന് ആർക്കും ഇന്നേ വരെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. സോ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി see you on the next chapter. Until then, it's me Jaswin from Secret Book signing off.